പടച്ചറപ്പിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, പാതിരാത്രി കിടന്നു വന്നവരോട്, ദുഃഖവും ദുരിതവും വേദനയും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ല. എന്തെങ്കിലും പ്രയാസമില്ലാത്തവരും മനുഷ്യനും ഈ സദസ്സിലില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയണം. ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോ, പടച്ചവനെ അപവാദങ്ങളും മറ്റുള്ള പരിഹാസങ്ങളും കേൾക്കേണ്ടി വരുമ്പോ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാൽ, പടച്ചവനെ മക്കളെ മരണപ്പെട്ടു പോയാൽ, മാരക രോഗത്തിന്റെ പിടിയിൽപ്പെട്ടാൽ, എന്റെ പ്രിയമുള്ളവരെ ലക്ഷങ്ങളുടെ കടം വന്നാൽ, നാട്ടുകാരെ മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു രംഗം വന്നാൽ, എന്റെ പ്രിയമുള്ളവരെ നമുക്കില്ലാതെ പോയ അത് തന്നെയോ. പടച്ചവനെ ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിക്കുന്നവരുണ്ടല്ലോ. ഈ ജീവിതം മതിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഹ് അടുത്താണ് കഴിഞ്ഞത്. അള്ളാഹു അവരുടെ വിവാഹം ഹൈറാക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എനിക്കത് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം തങ്ങളാണ് നടത്തി കൊടുത്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ആയുധം പറഞ്ഞു തരാ. മോനെ, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോ ഉസ്താദേ സഹിക്കാൻ കഴിയുന്നില്ല, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, നരമ്പ് മുറിക്കാൻ തോന്നുകയാണ്, കയറെടുത്തിട്ട് തൂങ്ങാൻ തോന്നുകയാണ്, ട്രെയിനിന്റെ മുന്നിൽ പോയി ചാടി ചാകാൻ തോന്നുകയോ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ തോന്നുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ രംഗമെത്തുന്ന സമയത്ത് നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണോ? എന്റെ പ്രിയമുള്ള പെങ്ങള്, എത്ര വലിയ ദുഃഖമുണ്ടായാലും പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ ആയിഷ ബീവിയെ കുറിച്ച് സൗബ റളിയല്ലാഹു തആല അൻഹു, ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയും ഈ സഹാബിയും വ്യഭിചരിച്ചെന്ന് പടച്ചവനെ നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ പോലും അവര് വെറുതെ വിട്ടില്ല. ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയോ. പടച്ചവനെ സഹാബാക്കൾ മുഴുവനും അറിയുകയാണ്. മക്ക മുഴുവനും പടച്ചവര് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ചയാണ്. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കേട്ട് കേട്ട് മടുക്കുകയാണ്. പള്ളിയിൽ വെച്ചും ചർച്ച ചെയ്യുകയാ. കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവനും വെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയോ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനെ സഹിച്ചില്ല. നാട്ടുകാര് മുഴുവനും പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, ആയിഷ, കുറച്ച് ദിവസം നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കുക ആയിഷ. ഭർത്താവ് ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന രംഗമുണ്ടല്ലോ. ആയിഷ ബീവി തളർന്നു പോവുകയാണ്. ആയിഷ ബീവി തളർന്നു പോവുകയാണ്. തന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാ പ്രവാചകൻ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണല്ലോ, വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവി ഓടിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, ഞാൻ വ്യഭിചരിക്കുമെന്ന് തോന്നുന്നു വാപ്പാ. ഇവര് മുഴുവനും പറയുന്നത് കള്ളമാണെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാപ്പയോട് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. എല്ലാരും പറയുകയാ, വിശ്വസിക്കലല്ലാതെ വഴിയില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടാമതായി കടന്നു പോയത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലേക്ക്. മക്കളുടെ കണ്ണ് നിറഞ്ഞാൽ, മക്കളുടെ കണ്ണ് നിറഞ്ഞാ സഹിക്കാൻ കഴിയില്ലല്ലോ. ഓടിച്ചെന്ന് തന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദനകൾ മുഴുവനും ഉമ്മയുടെ മുന്നിലേക്ക് ഇറക്കി വെക്കുമ്പോ, അങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ, അങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ. ഇവര് മുഴുവനും പറയുന്നത് കള്ളമാണമ്മ.
റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവേ ആ ഉമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ മോളെ? തെളിവുകൾ മുഴുവനും നിനക്കെതിരായി വിശ്വസിക്കലല്ലാതെ വഴിയില്ല. ഉമ്മയും കൈയൊഴിയുകയാ. ആയിഷ എന്ന പെണ്ണ് പതറിയില്ല, നരമ്പ് മുറിച്ചില്ല, തൂങ്ങിച്ചാകാ തയ്യാറായില്ല, വിഷമെടുത്ത് കുടിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല വീടിനകത്ത് കയറിയിട്ട് നിസ്കാര പായിക്കകത്തിരുന്ന് കരയുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു, 15 ദിവസങ്ങൾ കഴിഞ്ഞു, വീടിനകത്തിരിക്കുകയാണ്. പഠിച്ചവരെ 16ാമത്തെ ദിവസം സുബഹി നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ ആയിഷ ബീവി ഇറങ്ങി ഓടുകയാണ്. ആയിഷ ബീവി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ, ഞാൻ നിരപരാധിയാണെന്ന് പടച്ചറപ്പ് പറഞ്ഞു നബിയേ, ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ, ആകാശം കടന്ന് ജിബ്രീൽ ഇറങ്ങി വന്നോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് ഇന്നലെ ജിബ്രീൽ വന്ന് പറഞ്ഞു. ആയിഷ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയ ആയിഷ ചിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ഖുർആനിൽ ആയത്ത് ഇറങ്ങുമെന്ന്, ജിബ്രീൽ ഇറങ്ങി വരുമെന്ന്, അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഉറപ്പായിരുന്നു നബിയേ എന്ന വാക്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ അല്ലാഹു നിന്നെ കൈവിടത്തില്ല എന്ന് പറയാറുള്ള കാരണം എന്താ? ഖുർആനിലായി ഇറങ്ങുമെന്ന് നീ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകരോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഉമ്മയും എന്റെ ബാപ്പയും എന്റെ കൂട്ടുകാരും എന്റെ നാട്ടുകാരും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയ സമയത്ത്, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞ സമയമുണ്ടല്ലോ, ഈ 15 ദിവസം ഈ നിസ്കാര പായികത്തിരുന്നിട്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇനി കരങ്ങൾ ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ, ഒരേ ഒരു ദിക്റാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ നിനക്ക് മനസമാധാനം നൽകിയ, നിനക്ക് ആത്മധൈര്യം നൽകിയ, അല്ലാഹുവിന്റെ സഹായം ചോദിച്ചു വാങ്ങിയ ആയിഷ, ആയിഷ ഒന്ന് പറഞ്ഞു തരുമോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകൻ 16 വയസ്സിന്റെ താഴെ പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, നബിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആയിഷ ബീവി റളിയല്ലാഹു തആല നിസ്കാര പായിലിരുന്നിട്ട് പടച്ചറപ്പിനോട് പറഞ്ഞു, അല്ലാഹ്, എനിക്ക് നീ അല്ലാതെ ആരുമില്ല പടച്ചവര്, എനിക്ക് നീ അല്ലാതെ ആരുമില്ല പടച്ചവര്, എന്റെ നിരപരാധിത്വം നിനക്കറിയാത്ത പുരാര്, ഇവര് മുഴുവനും എന്നെ കളിയാക്കുകയോ, ഇവര് മുഴുവനും എന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുകയോ, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഹസ്ബുനല്ലാഹ്, എനിക്ക് നീ മാത്രം മതി പടച്ചവര്, എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവേ, 7 ആകാശം കടന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പടച്ചറപ്പിന്റെ സഹായവുമായി കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ രാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ജീവിതത്തിൽ അല്ലാഹു താങ്ങാൻ കഴിയാത്ത വേദനകൾ തരുമ്പോ, ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുമ്പോ, നാട്ടുകാർ മുഴുവനും എതിരാകുമ്പോ, കുടുംബക്കാർ മുഴുവനും നിന്നെ കൈയൊഴിയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി എവിടെയെങ്കിലും ഇരുന്നിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ
നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന് പറയാൻ കഴിയുമോ? നിനക്ക് മനസ്സമാധാനം നൽകും പഠിച്ചവരെ, നിനക്ക് ധൈര്യം തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്ന ജനങ്ങൾ നെട്ടോട്ടം ഓടുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസം ഹിസാബില്ലാതെ പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകാൻ